ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. വിഷയത്തിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയും ശക്തമായി ഇടപെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ ജയിലിൽ തുടരുകയാണ്. രോഹിണി, നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാടത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഹിന്ദു ഭവനങ്ങളിൽ കയറി കൊള്ളയടിക്കുക, അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുക, മാത്രവുമല്ല ബംഗ്ലാദേശിലെ സൈന്യവും ഇതിനൊപ്പമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇരട്ടത്താപ്പ് അവിടെ ആദ്യം തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലായിരിക്കുകയാണ്. ഈ യൂനൂസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നിലപാട് അതൊരിക്കലും തുടരാൻ പാടില്ലാത്ത ഒരു നിലപാട് തന്നെയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം കൈലാഷ് സത്യാർത്ഥി അടക്കം രംഗത്തെത്തിയിരുന്നു. തന്നോടൊപ്പം തന്നെ നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിയ യൂനൂസ് സർക്കാരാണോ ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതിശയമാണ്, ഒരു നൊബേൽ സമ്മാന ജേതാവ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ അദ്ദേഹം തന്നെ നയിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെയാണല്ലേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നടക്കുന്നത്? എത്രത്തോളം വ്യാപകമാണ് പ്രതിഷേധം? ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ ബംഗ്ലാദേശിലും ഒപ്പം ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളതുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് കോൺസുലേറ്റിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. ജമ്മുവിൽ 10,000 പങ്കെടുത്ത പ്രതിഷേധ പ്രകടനമാണ് ഹൈന്ദവ സംഘടനകൾ നടത്തിയിട്ടുള്ളത്. അവിടെ മുഹമ്മദ് യൂനിസിന്റെ, നിലവിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഈ വിഷയത്തിൽ ഭാരതവും ഐക്യരാഷ്ട്രസഭയും ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉറപ്പാക്കണം, അല്ലെങ്കിൽ അവ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രൂരമായ അതിക്രമങ്ങളും വിവേചനങ്ങളും നടക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലി പോലും രാജിവെച്ചുകൊണ്ടും അവരുടെ വീടും സ്ഥലവും ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ധാക്ക ജില്ലയിലെ ഒരിടത്തും ചിറ്റഗോങ്ങിൽ 3 4 ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഒരു കലാപത്തിന്റെ ഭാഗമായി തകർത്തിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയും തൊഴിൽ സംവരണവുമായി ആരംഭിച്ച ഒരു പ്രതിഷേധമായിരുന്നു. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ തീവ്ര വിഭാഗമായിട്ടുള്ള സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി, ഹിന്ദു വംശഹത്യയായി ബംഗ്ലാദേശിൽ അലയടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിക്രൂരമായ വിവേചനവും അതിക്രമവും ബംഗ്ലാദേശിന്റെ മണ്ണിൽ ന്യൂനപക്ഷങ്ങൾ നേരിട്ടു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതം അറിയിച്ചു. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി നേരിട്ട് ബംഗ്ലാദേശിലെത്തുകയും അവിടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന വേളയിലും, മുഹമ്മദ് യൂനുസ് സർക്കാർ അധികാരത്തിൽ വന്ന വേളയിൽ ആ സർക്കാരിന് ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തമാക്കിയത് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യമായിരുന്നു. അവിടെയും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ഹിന്ദുവും പാഴ്സിയും ജൈനും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാന്റെ ഭാഗമായിരുന്നപ്പോൾ 28% മുകളിലുണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ പിന്നീട് 18% ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം നടന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ഭൂപ്രദേശത്ത് 18% ഹിന്ദു ജനസംഖ്യ ഉണ്ടാകുകയും ഇപ്പോഴത് 7% എത്തി നിൽക്കുകയുമാണ്. അത്തരത്തിൽ കടുത്ത വിവേചനവും അതിക്രമവും നേരിട്ടുകൊണ്ട് ഒന്നുകിൽ പലായനം ചെയ്യപ്പെടുക, കൊല്ലപ്പെടുക, അതല്ലെങ്കിൽ മതം മാറിക്കൊണ്ട് അവിടെ ജീവിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അവിടുത്തെ ഹിന്ദു എത്തുന്നു. അതിനെതിരെ ബംഗ്ലാദേശിന്റെ മണ്ണിലും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അവിടെ ഹൈന്ദവ സമൂഹം ധാക്ക ഉൾപ്പെടെ, തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെയുള്ളവർ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. അവർ വ്യക്തമാക്കുന്നത്, ഈ സമയത്ത് ഇനി പ്രതിഷേധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നയങ്ങളെ എതിർത്തില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ അടുത്തൊരു തലമുറ ഈ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിലോ അടുത്തൊരു തലമുറ പോലും ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രതിഷേധം അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഹൈന്ദവ സമൂഹം പ്രതിഷേധത്തിന്
സമരത്തിനിറങ്ങുന്നത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തിപ്പോൾ ജയിലിൽ തുടരുകയാണ്. അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുകയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിനാണ് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനാ ഹൈന്ദവ നേതാക്കളെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി കോടതിയിൽ ഹാജരാകാനിരുന്ന അഭിഭാഷകന്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ആക്രമിക്കുകയും ഗുരുതര പരിക്കുകളോടുകൂടി അഭിഭാഷകൻ ആശുപത്രിയിൽ ആവുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു അഭിഭാഷകൻ ചിന്മയ കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകാനില്ലാത്തതിനാൽ ആ കേസ് മാറ്റിവെക്കുകയും ഇപ്പോഴും ജയിലിൽ തുടരുകയുമാണ്. അത്തരത്തിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുകയും ബംഗ്ലാദേശ് ഒരു പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി മാറാനുള്ള അവരുടെ ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ അഴിഞ്ഞാടുന്നു. അതിന് കൃത്യമായ പിന്തുണ അല്ലെങ്കിൽ മൗനമായ പിന്തുണയാണ് നേരത്തെ ഇപ്പോൾ രോഹിണിയും ദേവികയും സൂചിപ്പിച്ചതുപോലെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ തലപ്പത്തേക്ക് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിനെ എത്തിക്കുകയും സർക്കാർ ബംഗ്ലാദേശിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഷെയ്ഖ് ഹസീന സർക്കാർ ഇരുന്നതിന്റെ സമയത്തേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടക്കുന്നത്. അതിന് മൗനസമ്മതം ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഭാരതം ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ ഭാരതം കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയേണ്ടത്.